പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എന്താ വ്യത്യാസം. ഇപ്പൊ ഇവിടുത്തെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് റോ ഇപ്പൊ UK-യിലായാലും USA-യിലായാലും കാനഡയിലായാലും എവിടെയൊക്കെ ഇന്ത്യക്കെതിരെ സെൽസ് പ്രവർത്തിക്കുന്നു ഇവിടെയൊക്കെ റോന് പ്രസൻസ് ഉണ്ടാവും. അവർ ആ സെൽസിനെയൊക്കെ മോണിറ്റർ ചെയ്യണമെന്ന്. റോ പക്ഷെ ഇവിടുത്തെ ഗവൺമെന്റ് പറയുന്നതനുസരിച്ചിട്ട് അവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മോദി സർക്കാർ അല്ലെങ്കിൽ ക്യാബിനറ്റ് ലെവലിൽ എടുക്കുന്ന തീരുമാനങ്ങൾ അനുസരിച്ചിട്ട് റോന് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. ആ ക്യാബിനറ്റ് എലക്ട് ചെയ്യേണ്ടത് നമ്മളാണ് ഒരു കണക്കിന്. അപ്പൊ നമ്മൾ നേരിട്ട് ആ പാർട്ടിക്ക് വോട്ട് ചെയ്തില്ലെങ്കിലും ആ ഡെമോക്രാറ്റിക് പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ് ഒരു കണക്കിന് നമ്മുടെ ഇഷ്ടങ്ങൾ അനുസരിച്ചിട്ടാണ് റോ പ്രവർത്തിക്കണമെന്ന് പറയാം. ലൂസ് കണക്ഷനായിട്ട്. പാകിസ്ഥാനിൽ ഇങ്ങനത്തെ ഒരു പരിപാടിയില്ല. ഇപ്പൊ അവരൊരു ഗവൺമെന്റിനെ എലക്ട് ചെയ്താൽ ഇപ്പൊ ബെനസീർ ഭുട്ടോ ആയാലും അത് നവാസ് ഷെരീഫ് ആയാലും ഇമ്രാൻഖാൻ ആയാലും 2 കൊല്ലം കഴിഞ്ഞ് ആർമി അവരെ തട്ടും. പിന്നെ അവരുടെ ഇഷ്ടം പോലെ ഇപ്പൊ ഒരു രാജ്യം ഇത്രയും കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഫൗജി കോൺഫ്ലേക്സ് ഉണ്ട്. ആലോചിച്ച് നോക്ക്, ആർമിയുടെ പേരിൽ കോൺഫ്ലേക്സ് അത്രയും. പിന്നെ എല്ലാ സിറ്റിയിലും ലാഹോർ ആയാലും കറാച്ചി ആയാലും ഏറ്റവും നല്ല ലൊക്കേഷൻ, ഏറ്റവും നല്ല വീടുകളുള്ള ഏരിയ ഡിഫൻസ് ഒക്കെ ജനറൽസിന്റെ വീടുകൾ, ജനറൽസിന്റെ കേണൽസ്, ബ്രിഗേഡിയർ. ഇതാണ് നാടിന്റെ സ്ഥിതി. കുറച്ചൊന്ന് നന്നാവാൻ നോക്കിക്കഴിഞ്ഞാൽ ആർമി വന്ന് അവരെ തട്ടിയിടും.